ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും കൂടി വീണ്ടും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചെറുപഴവും ഗോതമ്പ് പൊടിയും വെച്ചാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറുപഴം ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ഏത് ചെറുപഴവും വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം 1/2 കപ്പ് ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കണം. ചെറുപഴവും ശർക്കരയും അടിച്ചെടുത്ത ഈ ഒരു മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു മിക്സിയിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ച് നമുക്കിതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കിത് മൈദ വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പകുതി ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്കിത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെയാണ് നമുക്കിവിടെ ബാറ്റർ കിട്ടുക. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്ന് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ബേക്കായി കിട്ടാനായിട്ട് ഒരു 25 മിനിറ്റ് നേരം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. ഇരുപത്തഞ്ച് മിനിറ്റ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കേക്ക് ഇവിടെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുപഴവും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.